അതായത് സംശയമുള്ളത് ഈ ബിനുവിനെ പോലീസ് നേരത്തെ തന്നെ ഇതിൽ സംശയിച്ചിരുന്നോ? ആദ്യമേ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നോ, അതോ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? വിനീത, ബിനു ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഉള്ളത് പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊണ്ടുപോയത്. അതുവരെ ബിനു ഇവിടെ ഉണ്ടായിരുന്നു, പോലീസ് കസ്റ്റഡിയിലായിരുന്നില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോഴാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ബിനുവിനെ പീരുമേട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ബിനുവിനോട് ഈ കൂടെ തന്നെ ഉണ്ടാകണമെന്ന കാര്യം പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആംബുലൻസിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. ബിനുവിനെയും ആംബുലൻസിൽ കയറ്റി ആ കൂടെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഡോക്ടറിൽ നിന്നും ആ വിവരങ്ങൾ തേടിയ ശേഷമാണ് ബിനുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന വിവരം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നേരത്തെ തന്നെ ബിനു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യം പറഞ്ഞത് തൻ്റെ മുന്നിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ബിനു പറയുന്നത് താൻ എങ്ങനെയാണ് കാട്ടാന ആക്രമിച്ചതെന്ന് താൻ മനസ്സിലാക്കിയിട്ടില്ല, കണ്ടില്ല, ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്നാണ് പിന്നീട് പറഞ്ഞത്. ഇങ്ങനെ പലതവണ മൊഴി മാറ്റി പറയുന്നത് പോലീസിന് ആദ്യം തന്നെ സംശയം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇവിടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പരിമിതികളുണ്ട്. ഇവിടെ സർജന്റെ ഉൾപ്പെടെ സേവനം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണമെന്ന ആവശ്യം പോലീസ് ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി. ആ പോസ്റ്റ്മോർട്ടത്തിലാണ്, ആ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന കാര്യം. ഇതാണ്, ഭാര്യയെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വരെ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി, എന്നിട്ട് ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ അക്കാര്യങ്ങളിൽ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുന്നവർ, ഇപ്പൊ ഞാൻ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് അയാൾ. തീർച്ചയായിട്ടും വിനീത, ഇത്തരത്തിൽ ക്രൂരമായൊരു കൃത്യം നടത്തിയ ശേഷം ഒരു കൂസലുമില്ലാതെ നടക്കുകയായിരുന്നു. അല്പസമയം മുമ്പും നമ്മുടെ മുന്നിൽ നമ്മളോട് ചേർന്ന് സംസാരിച്ച് ഞാനും അല്പം മുമ്പ് ഈ വിവരങ്ങൾ തേടിയതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ, ഒരു വിക്കലുമില്ലാതെ കൃത്യമായി പറയുകയാണ് ഇന്നിന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. താനും രണ്ട് മക്കളും ഭാര്യയും ചേർന്ന് ഉച്ചയോടുകൂടി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാഹുലിലേക്ക് എത്താം. ബിനുവിന്റെ ഇന്നലത്തെ പ്രതികരണം എന്താണ്, എങ്ങനെയാണ് മരണം നടന്നതെന്ന് ഇന്നലെ ബിനു കള്ളം പറഞ്ഞതാണ്. അതെങ്ങനെയാണ്, എന്താണ് പറഞ്ഞതെന്നൊന്ന് കേൾക്കാം. രാവിലെ മഴയാണ് ഞാൻ പോയി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറിയുക. ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കാര്യം പരിക്കൊന്നുമില്ല, കുട്ടികൾ പുറകിലായിരുന്നു. ഇവിടെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത. അന്നപ്പോൾ എന്നെ എന്നെ തട്ടി എറിഞ്ഞ് അവളുടെ അടുത്തോട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു പോയത്. അന്നപ്പോൾ എന്നെ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. അയച്ചിട്ട് വരുന്നവരെയും കുഴപ്പമില്ല. അതാണ് രാഹുൽ, ഇന്നലെ എത്ര സമർത്ഥമായാണ് അയാൾ ആ കള്ളം പറയുന്നത്. കുട്ടികൾ ഉണ്ടായിരുന്നില്ല, അവർ പിറകിലായിരുന്നു, ഞങ്ങളെ കാട്ടാൻ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇയാളുടെ മർദ്ദനത്തിലാണ് വാരിയെല്ലുകൾ ഉൾപ്പെടെ ഇപ്പോൾ തകർന്നിരിക്കുന്നതും സീത അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മൊഴിയൊക്കെ എടുത്തിരുന്നോ പോലീസ്? അവർ ഏതെങ്കിലും ഇത്തരത്തിൽ സംശയാസ്പദമായ മൊഴി നൽകിയിട്ടുണ്ടോ? വിനീത, കുട്ടികളുടെ ഉൾപ്പെടെ വിശദമായുള്ള മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. കാരണം കുട്ടികൾ ഇത് കണ്ടിരുന്നില്ല എന്നാണ് ഭർത്താവായിട്ടുള്ള ബിനു ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇപ്പോഴാണ് കൊലപാതകമാണെന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് നിമിഷങ്ങൾ മുമ്പ് മാത്രമാണ് ഈ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വിശദമായുള്ള പരിശോധനകൾ, അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇന്നലെ ബിനു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാട്ടാന ഈ സീതേനെ എടുത്തെറിയുന്നു, അത് തടുക്കാൻ എത്തിയപ്പോൾ തന്നെയും കാട്ടാന ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ബിനുവിനെ കാട്ടാൻ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും ബിനുവിനും കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോഴും ബിനു പറഞ്ഞത് ചെറിയൊരു വേദന വാരിയെല്ലിന് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് വൈകിട്ടോടുകൂടി ബിനു പറയുന്നു തൻ്റെ വാരിയെല്ലുകൾക്ക് നല്ല പരിക്കുണ്ട്, അതുകൊണ്ട് വിശദമായിട്ടുള്ള ചികിത്സ തനിക്ക് വേണമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് ബിനുവിനെ കൊണ്ടുപോയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ബിനുവിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അതോടെയാണ് ബിനുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പീരുമേട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും പോലീസിൻ്റെ
ഒരു സംശയം തന്നെയാണ് ഈ കേസിന്റെ ചുരുളഴിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന കേവലം സാധാരണമായ ഒരു സംഭവത്തിലേക്ക് ഒരുപക്ഷെ ഈ സംഭവം ഒതുങ്ങുമായിരുന്നു. പക്ഷേ പീരുമേട് പോലീസിന് തോന്നിയ ഒരു സംശയമാണ് കേസിന്റെ ചുരുളഴിച്ചിരിക്കുന്നത്. അപ്പോഴും അതിക്രൂരമായാണ് സീതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 6 വാരിയെല്ലുകൾ വീതം ഒടിഞ്ഞിട്ടുണ്ട്. അതിൽ 3 ഉള്ളിലേക്ക് തറച്ചു കയറിയിട്ടുണ്ട്. അതുകൂടാതെ തല 2 തവണ നിലത്ത് അടിച്ചിട്ടുണ്ട്, പാറയിലൂടെ വലിച്ചിഴച്ചിട്ടുണ്ട്. അങ്ങനെ അതിക്രൂരമായി തന്നെയാണ് സീതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം ഭർത്താവാണ് ഒരു ഭാര്യയെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായ കാരണം എന്നതിലും ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ